നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ പ്രശാന്ത്. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ കാണാം. ആരാകും മുഖ്യമന്ത്രി? തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. പ്രമേയം പാസാക്കി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. കോടാലി കടമ്പോട്ടിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4ാം ക്ലാസ്സുകാരൻ അനൂഷ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. ബംഗളൂരുവിൽ തെരുവുനായ്ക്കൾക്കുള്ള ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരി ഉടമയുടെ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. മതിലകം കൂളിമുട്ടത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊടകരയിൽ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർഫാസ്റ്റ് ബസ് പറമ്പിലേക്ക് ഇടിച്ചുകയറി അപകടം. ഘനലോഹമാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. നടപടിയുമായി എറിയാട് പഞ്ചായത്ത്. വാർത്തകൾ വിശദമായി അറിയാം. ആരാകും മുഖ്യമന്ത്രി? തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. പ്രമേയം പാസാക്കി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചുമതല കോൺഗ്രസ് ഹൈക്കമാൻഡിലേക്ക്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പ്രമേയം പാസാക്കിയതോടെയാണ് അന്തിമ തീരുമാനമെടുക്കുന്ന ചുമതല ഹൈക്കമാൻഡിലേക്ക് എത്തിയത്. വ്യാഴാഴ്ച KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അവതരിപ്പിച്ച ഒറ്റവരി പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്താങ്ങി. ഹൈക്കമാൻഡ് നിരീക്ഷകരായ അജയ് മാക്കനും മുകുൾ വാസനിക്കും യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ഇനി നടക്കാനുള്ളത് നിരീക്ഷകരും ദീപാദാസ് മുൻഷിയും കോൺഗ്രസ് MLA-മാരുമായുള്ള ഒറ്റയ്ക്കൊറ്റയ്ക്കായുള്ള കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ MLA-മാർ ആർക്കാണ് പിന്തുണയെന്ന് വ്യക്തമാക്കും. മണ്ഡലത്തിലെ ചില ആവശ്യങ്ങൾക്ക് മടങ്ങേണ്ടതിനാൽ പുതുപ്പള്ളി നിയുക്ത MLA ചാണ്ടി ഉമ്മനാണ് മാക്കനും വാസ്നിക്കും ദീപാദാസ് മുൻഷിയുമായി ആദ്യം കൂടിക്കാഴ്ച നടത്തിയത്. AICC ഞായറാഴ്ച മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ വട്ടിയൂർക്കാവിൽ നിന്നുള്ള നിയുക്ത MLA K മുരളീധരൻ പറഞ്ഞു. നിരീക്ഷകരും MLA-മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് ദീപാദാസ് മുൻഷിയെ ഒഴിവാക്കണമെന്ന് നേരത്തെ സതീശൻ ക്യാമ്പ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കപ്പെട്ടില്ലെന്നാണ് വിവരം. കോടാലി കടമ്പോട്ടിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4ാം ക്ലാസ്സുകാരൻ അനൂഷ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇളയ സഹോദരനോടൊപ്പം രാത്രിയിൽ ഉറങ്ങുന്നതിനിടെയാണ് അനൂഷിന് പാമ്പ് കടിയേറ്റത്. കോടാലി കടമ്പോട് കാവങ്ങൽ സിൽജോയുടെയും ജോൺസിയുടെയും മകനാണ് അനൂഷ്. അപ്പോളോ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സാധാരണ നിലയിലേക്ക് മാറിയ അനൂഷിനെ കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിരുന്നു. തുടർന്ന് കൊരട്ടി ഭാഗത്തുള്ള ബന്ധുവീട്ടിലായിരുന്നു താമസം. കഴിഞ്ഞ 18-ാം തീയതി രാവിലെയാണ് സഹോദരങ്ങളായ അനൂഷിനും ആൽജോയ്ക്കും പാമ്പ് കടിയേറ്റത്. ആൽജോ ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് മാതാപിതാക്കൾക്കൊപ്പം കൊടങ്ങയിലെ പള്ളിയിലേക്കാണ് അനൂഷ് ആദ്യമെത്തിയത്. തുടർന്ന് 5:30 കടമ്പോടുള്ള വീട്ടിലെത്തി. ഇന്നായിരുന്നു കൊടുങ്ങാപ്പള്ളിയിൽ അനൂഷിന്റെ അനിയൻ അൽജോയുടെ അനുസ്മരണ ചടങ്ങ്. ബംഗളൂരുവിൽ തെരുവുനായ്ക്കൾക്കുള്ള ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരി ഉടമയുടെ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. തളിക്കുളം പത്താങ്കല്ല് സ്വദേശിനി 47 വയസ്സുള്ള സുനിതയാണ് മരിച്ചത്. ഷെൽട്ടർ ഹോം ഉടമ കൊല്ലം സ്വദേശി ദീപക് കൃഷ്ണൻ അറസ്റ്റിൽ. ബംഗളൂരുവിൽ ദീപക് കൃഷ്ണൻ നടത്തിപ്പുകാരനായ ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരിയായിരുന്നു മർദ്ദനമേറ്റ് മരിച്ച സുനിത. തളിക്കുളം പത്താങ്കല്ലിൽ തന്റെ വീടിനോട് ചേർന്ന് 100ഓളം തെരുവ് നായ്ക്കൾക്കായി ഷെൽട്ടർ ഹോം നടത്തിയിരുന്നതാണ് സുനിതയും ഭർത്താവ് സിൻഡോയും. ഇക്കഴിഞ്ഞ ഏപ്രിൽ 17-നാണ് പത്രപരസ്യം കണ്ട സുനിത ബംഗളൂരു സുളിബേലയിലെ ഷെൽട്ടർ ഹോമിലേക്ക് ജോലിക്ക് എത്തിയത്. മാസം 40,000 രൂപ നൽകാമെന്ന് പറഞ്ഞാണ് ദീപക് കൃഷ്ണൻ സുനിതയെ ജോലിക്ക് വിളിച്ചതെന്ന് ഭർത്താവ് സിൻഡോ പറഞ്ഞു. സഹോദരിയുടെ മകൾക്കും തൃശൂർ സ്വദേശിനിക്കും ഒപ്പമാണ് ഇവർ ബംഗളൂരുവിൽ എത്തിയത്. ഇതിനിടെ ദീപകിന്റെ മദ്യപാനം അടക്കമുള്ള പ്രശ്നങ്ങൾ കണ്ടതോടെ ജോലി നിർത്തിപ്പോവുകയാണെന്ന് സുനിത ദീപകിനോട് പറഞ്ഞിരുന്നു. കൂടുതൽ പണം വാഗ്ദാനം ചെയ്തെങ്കിലും സുനിത സമ്മതിച്ചില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ഞായറാഴ്ച സുനിത ഉടമയുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സംഭവത്തിനു പിന്നാലെ കർണാടക പോലീസാണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുനിതയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. സുനിതയെ മർദ്ദിച്ചതായ ദീപകിന്റെ വീഡിയോ ദൃശ്യം ഇതിനിടെ പുറത്തു വന്നിരുന്നു.
തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി 9 മണിയോടെയാണ് മരണം. ലൈംഗിക അതിക്രമത്തിന് ഇവർ ഇരയായെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. കർണാടക പോലീസാണ് ഡോഗ് ഷെൽട്ടർ ഹോം ഉടമയായ ദീപക് കൃഷ്ണയെ കസ്റ്റഡിയിലെടുത്തത്. കന്യാകുമാരിയിൽ നിന്ന് ബസ് മാർഗം ബംഗളൂരുവിലേക്ക് വരുമ്പോഴായിരുന്നു കർണാടക പോലീസ് പിടികൂടിയത്. മതിലകം കൂളിമുട്ടത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൂളിമുട്ടം എമ്മാട് കാട്ടുപറമ്പിൽ സിദ്ദിഖിന്റെ വീടിനകത്തു നിന്നാണ് മൂർഖൻ പാമ്പിനെ പിടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മൂർഖൻ പാമ്പ് വീടിനുള്ളിൽ കയറിക്കൂടിയത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി ഫോറസ്റ്റിനു കീഴിലുള്ള RRT അംഗം അൻസാരി കൂളിമുട്ടം എത്തി പാമ്പിനെ പിടികൂടി. 5 അടിയോളം നീളമുള്ള മൂർഖനെ ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറി. കൊടകരയിൽ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർഫാസ്റ്റ് ബസ് പറമ്പിലേക്ക് ഇടിച്ചു കയറി അപകടം. തിരുവനന്തപുരത്ത് നിന്നും തിരുവല്ലാമലയിലേക്ക് പോവുകയായിരുന്ന KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കൊടകര മേൽപ്പാലത്തിന് ഇറങ്ങിവരുന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട ബസ് റോഡും സർവീസ് റോഡും കടന്ന് സമീപത്തെ പറമ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. യാത്രക്കാർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടം നടന്നയുടൻ കൊടകര പോലീസും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. കൊടുങ്ങല്ലൂർ അഴീക്കോട് പഞ്ചായത്തിൽ ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ നടപടിയുമായി എറിയാട് പഞ്ചായത്ത്. മേഖലയിൽ ഘനലോഹ മാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനും കൂടുതൽ മാലിന്യമെത്തുന്നത് തടയാനും നടപടി ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ പറഞ്ഞു. വിൽപ്പനയ്ക്കായി മണ്ണ് സംഭരിക്കുന്നവർക്കും ഇടനിലക്കാർക്കും ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ നിലം നികത്തിയ മണ്ണിന്റെ രാസപരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലാണ് ഘനലോഹ മാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ച് നികത്തിയത്. പ്രവർത്തനം നിലച്ച ഇടയാർ ബിനാനി സിങ്കിൽ സംഭരിച്ചിരുന്ന മാലിന്യം കലർന്ന മണ്ണ് വൻതോതിൽ പുറത്തേക്ക് കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം പുറത്തറിഞ്ഞത്. സിങ്ക്, ലെഡ്, കാഡ്മിയം, മാംഗനീസ്, കോബാൾട്ട്, കോപ്പർ, അയൺ, ആഴ്സനിക്, മെർക്കുറി, ക്രോമിയം എന്നിവ അപകടകരമായ അളവിൽ അടങ്ങിയ മണ്ണാണ് ബിനാനി സിങ്കിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ളതെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. അഴീക്കോട് നിലം നികത്താൻ ഉപയോഗിച്ച മണ്ണും ഇത്തരത്തിലുള്ളതാണെന്നാണ് സൂചന. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 30 രൂപ കൂടി ഗ്രാമിന് 13,975 രൂപ, പവന് 1,11,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. ആരാകും മുഖ്യമന്ത്രി? തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. പ്രമേയം പാസാക്കി കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം. കോടാലി കടമ്പോട്ടിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 4ാം ക്ലാസ്സുകാരൻ അനൂഷ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തി. ബംഗളൂരുവിൽ തെരുവുനായ്ക്കൾക്കുള്ള ഷെൽട്ടർ ഹോമിലെ ജീവനക്കാരി ഉടമയുടെ മർദ്ദനമേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതി പിടിയിൽ. മതിലകം കൂളിമുട്ടത്ത് വീടിന്റെ അടുക്കളയിൽ നിന്ന് പുല്ലാനി മൂർഖനെ പിടികൂടി. കൊടകരയിൽ ദേശീയപാതയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർഫാസ്റ്റ് ബസ് പറമ്പിലേക്ക് ഇടിച്ചുകയറി അപകടം. ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതായി ആരോപണം. നടപടിയുമായി എറിയാട് പഞ്ചായത്ത്. ഇതോടെ
പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.